നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ്, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അമേരിക്ക പടുകൂറ്റൻ പടക്കപ്പലുമായി ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സമയമാണ്. ആയത്തുള്ള അലി ഖംനായി പറഞ്ഞത്, നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങളുടെ രാജ്യത്ത് നാശം വിതക്കാനൊക്കെ കഴിയുന്ന കപ്പലുകൾ തന്നെയാണ്, പക്ഷെ ആ കപ്പലുകൾ മുക്കിക്കളയാൻ കഴിയുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ സമയത്ത് പല ആളുകളും അദ്ദേഹത്തെ പരിഹസിച്ചു, ട്രോളി രംഗത്തെത്തി. അക്കാര്യം പറയുമ്പോഴൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകളൊക്കെ വന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. തെറി വിളിക്കുക, വാട്സാപ്പിൽ തെറി അയക്കുക, ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ചില ആളുകൾ നടത്തി. എന്തായാലും അവരെക്കുറിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ല. എന്തായാലും അന്ന് ഖംനായി പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് ഇന്ന് പലർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ, USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ, ഈ രണ്ട് കപ്പലും എടുത്ത് അമേരിക്ക ഇവിടെ ഒന്നും പറക്കുകയായിരുന്നു. ഈ കപ്പലൊക്കെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇനി പുറത്തിറക്കാൻ, ജലത്തിൽ ഇറക്കാൻ 2 വർഷമെങ്കിലും എടുക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഖത്തറിലും അമേരിക്കൻ ബേസുകളിലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഒക്കെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ പ്ലാന്റ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മിസൈലുകൾ ഇസ്രായേൽ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില മിസൈലുകളൊക്കെ ലക്ഷ്യത്തിലെത്തി. അതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. എന്തായാലും ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു വിഷയം, ട്രംപ് 5 ദിവസത്തേക്ക് വെടിനിർത്തി ഇപ്പോൾ പുറകോട്ട് മാറിയിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നിൽപ്പിൽ ഇറാനുമായി മുട്ടി ജയിക്കാനാവില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പുറകോട്ട് മാറിയത്. ഇപ്പോൾ ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ട്രംപ് പാകിസ്ഥാൻ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആകട്ടെ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ്. അതായത് നിങ്ങളുമായിട്ടൊരു ചർച്ചയും ഞങ്ങൾക്ക് താല്പര്യമില്ല, ചർച്ചയാവാം, പക്ഷേ അത് അമേരിക്കയുമായി ഒരിക്കലും നേരിട്ടാകില്ല, ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം, ഹോർമൂസ് ഞങ്ങൾ നിയന്ത്രിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നിബന്ധനകൾ, ചില ഉപാധികൾ ഇറാൻ അങ്ങോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനോട് കീഴടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ ചർച്ചയിലേക്ക് പോകാം, ഇനി ഒരു കാലത്തും ഞങ്ങളെ ആക്രമിക്കാൻ വരരുത് എന്നുകൂടെ ഇറാൻ പറയുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഇനി തൽക്കാലം ഒന്ന് പുറകോട്ട് മാറി ചതിയിലൂടെ ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശമെങ്കിൽ കൂടെ അത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇനി ഇറാനകത്ത് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിച്ച് അവിടെ ഭരണം പിടിക്കാമെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. അവിടെ നേതാക്കൾക്ക് ഒരു കുറവുമില്ല, യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. പലരെയും വകവരുത്തി ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയും നടത്തി. പക്ഷെ പുതിയ ആളുകൾ ആ ചുമതലയിൽ എത്തുന്നു. മാത്രമല്ല, അവർ നേരത്തെ ഉണ്ടായിരുന്നവരെക്കാൾ ഭംഗിയായി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർ തയ്യാറായി രംഗത്തെത്തുന്നു. അവരുടെ വീടുകളും അവരുടെ സൗകര്യങ്ങളും ഒക്കെ വളരെ ചെറുതാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. ഈ അലി ലാലിജാനി എന്ന് പറയുന്ന മനുഷ്യന്റെ വീട് ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വളരെ ചെറിയൊരു വീടാണ്. അവർ അങ്ങനെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അങ്ങനെ സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ളവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. അതുപോലെ തന്നെ ഇവിടെ ആയുധശേഷി, ആയുധത്തിന്റെ കരുത്തൊക്കെ കൂട്ടാൻ അവർ തയ്യാറാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പക്കൽ ആണവായുധമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഉത്തര കൊറിയയുടെ ശത്രു രാജ്യമാണ് ദക്ഷിണ കൊറിയ. ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഉത്തര കൊറിയ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഇറാൻ ആവട്ടെ ഇവിടെ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട് അത് ഇസ്ലാമിന്റെ നയങ്ങൾക്ക് അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിന്റെ പുറകെ പോകാൻ അവർ ഇഷ്ടപ്പെടുന്നുമില്ല. ഇനി ഇറാനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇറാനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല, അട്ടിമറിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പ്രമുഖർ എന്താണ് അങ്ങനെ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഇനി പൂർണ്ണമായും ഇസ്രായേലും അമേരിക്കയും അവിടെ അധികാരത്തിലെത്തി അവിടെ അധികാരം പിടിക്കാൻ അവർ നിശ്ചയിക്കുന്ന ഒരാൾ അവിടെ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ പോലും നിലവിൽ ഇറാന്റെ ആയുധ സംഭരണശാലകൾ, മിസൈൽ സിറ്റികൾ, അത് ഇറാനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ അമേരിക്കയുടെ മൂട്ടിൽ പൊട്ടിക്കാൻ പോലും ഇറാൻ ആയുധങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പീറ്റ് ഹെഗ്സത്തും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും ഒക്കെ, പ്രതിരോധ സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ താമസിക്കുന്ന
കെട്ടിടത്തിന് മുകളിലൂടെ പോലെയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ബേസിന് മുകളിലൂടെയൊക്കെ ഡ്രോണുകൾ കൂട്ടത്തോടെ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് വേണ്ടി വന്നാൽ അമേരിക്കയെ പോലും ആക്രമിക്കാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. അവരതിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയിലെ FBI എന്ന് പറയുന്ന ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു അന്വേഷണ ഏജൻസി ഇവിടെ അമേരിക്കയിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. കാലിഫോർണിയയിൽ ആക്രമണം നടക്കുമെന്നൊക്കെയാണ് ഇവിടെ FBI മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ ഇറാനിൽ മാത്രമല്ല, ഇറാനുമായി ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളിൽ ഇറാന്റെ മിസൈൽ ശേഷികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. ചതിയിലൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന് കരുതിയാൽ പോലും ഇനി ഇറാനിൽ ഒരു അട്ടിമറിയിലൂടെ മറ്റാരെയെങ്കിലും ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് ഇറാൻ ഭരിക്കാം എന്ന് വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. ഇറാൻ എന്ന് പറയുന്ന പ്രദേശം ഇനി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരിക്കലും അവരുടെ കൈകളിൽ എത്തില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി അങ്ങനെ എത്തിയാലും ലെബനോനിൽ നിന്നും യമനിൽ നിന്നും ഇറാഖിൽ നിന്നും അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ ഇവിടെ ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടാകും. അതിൽ ഒരു സംശയവും വേണ്ട. ഒരു സമയം ഇവിടെ ലെബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുക്കുന്ന മിസൈലുകൾ 30ഉം 40ഉം ഒക്കെയാണ്. അതായത് സൈനിക താവളങ്ങളിലേക്കും അതുപോലെ തന്നെ പവർ പ്ലാന്റിലേക്കും ഒക്കെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. അവരുടെ പക്കൽ എവിടെ നിന്നാണ് ഈ മിസൈലുകളും ആയുധങ്ങളും ഒക്കെ എത്തുന്നത്? ഇറാൻ കൊടുക്കുന്നത് തന്നെയാണ്. ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഒക്കെ ലെബനോനിലെ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാഖിലെ ഇവിടെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇറാനെ അംഗീകരിക്കുന്ന ഷിയ ഗ്രൂപ്പാണ്. ബഹ്റൈനിലുമുണ്ട് ആവശ്യത്തിന് ആക്രമണങ്ങൾ നടത്താൻ, അമേരിക്കക്കെതിരെയൊക്കെ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന വലിയൊരു വിഭാഗം, ആയുധങ്ങളൊക്കെ കൈവശമുള്ള വലിയൊരു വിഭാഗമുണ്ട്. സിറിയയിലുണ്ട്. ഈ ആയുധങ്ങളും അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളും ഒക്കെ ഒരിക്കലും അവരെ ഒന്നും ഇല്ലാതാക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറല്ല. ഇതാണ് ഇവിടെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെതിരെ തിരിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ ഇവിടെ ഫലസ്തീനിലുണ്ട്. ഇറാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഫലസ്തീനിലെ വിവിധ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ അവരും ആക്രമണം തുടങ്ങാൻ അവരും രംഗത്തെത്തും. ഇപ്പോൾ ഇനിയൊരു ഫലസ്തീനിയെ, സാധാരണക്കാരനെ ആക്രമിച്ചാൽ ഗസയിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലുമൊക്കെയുള്ള ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ നേരിട്ട് ആക്രമണം നടത്തുമെന്നും കൂടെ ഇറാൻ പറഞ്ഞ ഒരു സാഹചര്യമാണ്. അതായത് ഇറാൻ അകത്ത് കയറി ഇവിടെ ഭരണം പിടിച്ച് അവിടുത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ അടിച്ചു മാറ്റാം, അങ്ങനെ അവിടെ സുഖമായിരുന്നു ഭരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്ന ഒരാൾക്ക് ഭരിക്കാം എന്നുള്ള ചിന്ത അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടെങ്കിൽ അതവർ മാറ്റിവെക്കുന്നതാണ് നല്ലത്. വിശാലമായിട്ടുള്ള ഒരു വലിയ ലോകം തന്നെ ഇറാന്റെ പക്കലുണ്ട്. അവിടങ്ങളിലൊക്കെ ഇറാന്റെ ആയുധങ്ങൾ വളരെ സുരക്ഷിതമായി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട ആയുധങ്ങൾ എങ്ങനെ എടുക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്ന് ഇറാന് നന്നായി അറിയാം. ഇവിടെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അവർ പൊതുവെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താറില്ല. ചില ആളുകളൊക്കെ ഇവിടെ ആളുകൾ മരിച്ചു വീഴുന്നതാണ് യുദ്ധത്തിൽ ഏറ്റവും വലിയ കാര്യം, അതാണ് വിജയം എന്നൊക്കെ കണക്ക് കൂട്ടുന്ന, അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും ആളുകളെ കൊല്ലുന്നതല്ല യുദ്ധം. തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെ ലക്ഷ്യം വെക്കുക, ഒരു രാജ്യത്തെ ഒരുപാട് വർഷം പുറകോട്ട് കൊണ്ടുപോകാൻ അവരുടെ പവർ പ്ലാന്റുകളിലേക്കും അതുപോലെ തന്നെ അവരുടെ ഓയിൽ റിഫൈനറികളിലേക്കും ഒക്കെ ആക്രമണങ്ങൾ നടത്തുക. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ ആ രാജ്യം തകർന്നു തരിപ്പണമാകും. സാധാരണക്കാരെ കൊന്നതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. എന്തായാലും ഇറാൻ ഇവിടെ അവരവരുടെ ഒരു രീതി അവർ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആളുകളെയല്ല, നേതാക്കളെയല്ല, ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ആ രീതിയിലാണ് ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ രീതിയിൽ ഞങ്ങൾ ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശേഷിയുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അവസാന നിമിഷവും അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ല, ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിച്ച് അമേരിക്കയും ഇസ്രായേലും രംഗത്തെത്തണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരിക്കലും ഇറാനെ ചതിയിലൂടെ കീഴ്പ്പെടുത്തി അവിടെ ഭരണം പിടിക്കുക അല്ലെങ്കിൽ അവിടെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ചിന്തയിലൂടെ അമേരിക്കയും ഇസ്രായേലും പ്രവർത്തിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് അവർ ചെയ്യാറുണ്ട്. അവർ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നുന്നത്.